ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ടുള്ള അനുമോള് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരടുത്ത് എന്താണ് പറയാനുള്ളത് അത് നമുക്ക് ഡിസ്കഷൻ നടത്തണം. അതുപോലെ പ്രവീണിനെ കണ്ടുമുട്ടിയപ്പോൾ പ്രവീണിനെ ബോഡി ഷേമിങ് ചെയ്തോ, പിന്നെ ലവ് ട്രാക്ക് പിടിക്കാൻ പറഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവീണിന് നല്ല കുടയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ പ്രവീണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കണ്ട വേക്ക് ചോദിക്കുന്നത് ഷൂ ഊരിയിട്ടാ അവിടെ ഊരിയിട്ട് എന്നും പറഞ്ഞിട്ട് പറയുക, നീ ലവ് ട്രാക്ക് പിടിക്കാൻ ഞാൻ പറഞ്ഞോ നിൻ്റെ അടുത്ത് പറഞ്ഞോ നീ പറയ്. അപ്പോൾ നോ എന്നോട് പറഞ്ഞില്ല. പ്രവീണാണെങ്കിൽ ഒലിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ സ്റ്റാർട്ടിങ് തന്നെ പിഴച്ചു. പിന്നെ അയച്ചു നിന്നെ ഇങ്ങനെ ഹറാസ് ചെയ്യാൻ പാടില്ല, തുടക്കം തന്നെ അങ്ങനെ പാടില്ല, നീ ഇരിക്കുക, എന്തുണ്ട് നിൻ്റെ വിശേഷമൊക്കെ, നിൻ്റെ കുമ്പൊക്കെ വലുതായാലോടാ എന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് കേട്ടോ ബോഡി ഷേം. അപ്പം നീ എന്നെ ബോഡി ഷേം ചെയ്യാണല്ലേ, ബോഡി ഷേമിങ് ചെയ്തു, അനുമോൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് കുമ്പ വലുതായി ഇതാ ഈ ചിഹ്നമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഡബിളായിട്ടോ അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എൻ്റെ ആരാധകർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഒരുപാട് പെൺകുട്ടികൾ ആരാധിക്കുന്നുണ്ട് എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട്. എനിക്ക് പ്രവീൺ ശരിക്കും ഒരു കോഴിയെ പോലെയാണ് അവിടെ ഇരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ആ ബിഗ് ബോസിലെ പ്രവീണല്ല, അനുമോളുടെ മുന്നിൽ ചെറിയൊരു കോഴി, അതായത് അനുമോളെടുത്തൊരു ചെറിയൊരു സോഫ്റ്റ്നെസ്സോ എന്തൊക്കെയോ ഉള്ള പോലെ തോന്നുന്നത്, പക്ഷേ ശരിക്കും ഒരു കോഴിയും കൂടിയാണ്, പാരയും കൂടിയാണ് പ്രവീണ്, അത് തന്നെയുള്ളൂ. അപ്പം നിന്നോട് ലവ് ട്രാക്ക് പിടിക്കാൻ പറഞ്ഞു, വീണ്ടും അതിലേക്ക് തന്നെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ആദ്യത്തെ ഒരു 2-3 ദിവസം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അനുമോളെ. എടാ നീയല്ലടാ 2-3 ദിവസത്തിൻ്റെ അടുത്ത് നന്നായിട്ട് വർത്താനം പറഞ്ഞിരുന്നേ, നീ വന്ന സമയത്തിൻ്റെ അടുത്ത് നന്നായി വർത്താനം പറഞ്ഞിരുന്നല്ലോ. ഇല്ല അനുമോളെ, 2-3 ദിവസം ഞാൻ നിൻ്റെ അടുത്ത് ഭയങ്കര ഇതിലായിരുന്നു. വെച്ചാൽ ഞാൻ വിചാരിച്ചത് എന്താ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു എപ്പോഴും കരയുന്നേ, അത് കാരണം ഞാൻ അവിടെ വന്നപ്പോൾ നിൻ്റെ അടുത്ത് മിണ്ടിയിരുന്നില്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ശരിയാണോ, നീ 2 ദിവസം മിണ്ടിയില്ലേ, അയ്യോ പിന്നെ എന്താടാ 3 ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി നീ ഭയങ്കര ജെന്യൂൻ ആയിരുന്നു എനിക്ക് തോന്നി, അതുകൊണ്ട് നിൻ്റെ അടുത്ത് ഞാൻ വർത്താനമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എടാ നിന്നെയൊക്കെ ആരെടാ കോമ്പ് പിടിക്കുന്നത്? അപ്പോൾ ഇവൻ അങ്ങോട്ട് പറയണേ അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കണ്ട, നിന്നെ ആരാണ് കോമ്പ് പിടിക്കുന്നത്? നിന്നെയും എനിക്ക് അങ്ങനെ കോമ്പ് പിടിക്കാൻ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം കോമ്പ് പിടിക്കാൻ അപ്പോൾ നീ എന്നോടൊരു കോമ്പ് പിടിക്കാൻ പറഞ്ഞിരുന്നു എന്ന് പ്രവീൺ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അതെ കോമ്പോ പിടിക്കുക, അത് ലവ് കോമ്പോ അല്ല, കോമഡി കോമ്പോ പിടിക്കാനാണ് അനുമോള് ആരെടുത്ത് പറഞ്ഞത്? പ്രവീണിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ കോമഡി കോംബോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാച്ചിയെ പിടിച്ചുകൊണ്ട് നമുക്ക് കോമഡി കോംബോ ചെയ്യാം എന്നാണ് പറഞ്ഞത്. എന്താണ് പ്ലാച്ചിയെ പിടിച്ച്? അമ്മ അച്ഛൻ കുട്ടി, ഈ ഒരു കോംബോ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്, അതായിരിക്കും കോമഡി കോംബോ. അല്ലാതെ ഇതിലെന്താ പ്രവീണും അനുമോളും വന്നിരുന്നിട്ട് എന്ത് കോമഡിയാണ് അവിടെ നടത്തിയിരുന്നത്? ഒരു കോമഡി ഞാൻ കണ്ടിട്ടില്ല. തല്ലൂട്ടുണ്ടായിരുന്നു, കുറേ അടുത്തിരുന്ന് കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവരെവരെയും, പിന്നെ കരച്ചിലിൻ്റെ കുറേ ഇതായിരുന്നു തമാശ കോംബോ എന്ന് ഒരു ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്ലാച്ചിയെ പിടിച്ച് നമുക്കൊരു കോംബോ ചെയ്യാമെന്നല്ലടാ എന്നോട് പറഞ്ഞ ലവ് കോംബോ അല്ലല്ലോ. അല്ലല്ല അതല്ല, ഷാനവാസക്കാട് ശൈത്യ ഇവരൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു. ഞാൻ നിന്നോട് കോംബോ പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് എല്ലാവരും ഭയങ്കര സംസാരമായിരുന്നു. എന്നിട്ട് അനുമോൾ തന്നെ പറയുന്നത് മറ്റുള്ളവർ എന്ത് പറയട്ടെ, നമുക്കതൊന്നും ചെവി കൊള്ളാൻ പോകണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത്, പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിലെ ആൾക്കാരുടെ സ്വഭാവം നല്ല സ്വഭാവമായിരുന്നു, അവിടെയുള്ളവരുടെ സ്വഭാവം അങ്ങനെയല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് ഇത്ര അഗ്രസീവായി പെരുമാറിയിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ പ്രവീൺ ചോദിക്കുന്നുണ്ട്, കുക്കിംഗ് അറിയോ നിനക്ക്? അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കടാ, എൻ്റെ അടുത്ത് ചോദിക്കടാ, അതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ തന്നെ തരാം. അതെ, ഞാൻ അമ്മയുടെ കൂടെയൊക്കെ നിന്നിട്ട് കുക്കൊക്കെ ചെയ്യും, അതായത് അമ്മേനൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു കേട്ടോ, സാധനങ്ങൾ എടുത്ത് കൊടുക്കുക, അരിഞ്ഞു കൊടുക്കാൻ, കുക്കിങ്ങിൽ സഹായിക്കുക, അതുപോലെ തന്നെ നോക്കിക്കാണുക, എങ്ങനെ ബിരിയാണി വയ്ക്കും, എങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കും നോക്കിക്കാണും. പിന്നെ ഒരു ഭക്ഷണം രുചിച്ച് നോക്കി എനിക്കറിയാം അതിലെന്തൊക്കെ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന്, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എം.ജി. ശ്രീകുമാറിൻ്റെ അടുത്തിരുന്ന് ഞാൻ വെറുതെ തള്ളിയതാണ്, അന്ന് എൻ്റെ പ്രായം അങ്ങനെയല്ലേ എന്ന്. അന്ന് എത്ര പ്രായമുണ്ട് അനുമോൾക്ക്? അത്യാവശ്യം പ്രായമുണ്ട്, ഇപ്പോൾ ഈ റനയുടെ ഒക്കെ പ്രായം, റനയേക്കാളും കൂടുതൽ പ്രായമുണ്ട് അന്ന് അനുമോൾക്ക് എം.ജിയുടെ അടുത്തിരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത്. അപ്പോൾ പിന്നെ എന്താണ് അതിലർത്ഥമുള്ളത്? അന്നത്തെ പ്രായം അങ്ങനെയല്ലേ ചോദിക്കുന്നത്? അപ്പോൾ എന്താണ് നീ ഇപ്പോൾ ഇൻ്റർവ്യൂവിനൊന്നും പോകാത്തത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രവീണിൻ്റെ അടുത്ത് അനുമോൾ പറയുന്നത്, എന്തിനാണ് ഇൻ്റർവ്യൂ പോകുന്നത്? ഒരു മനുഷ്യനെയും എനിക്ക് നെഗറ്റീവാക്കി കാണിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ കുറച്ച് നേരത്തെ എന്താ പറഞ്ഞത്? എൻ്റെ വീട്ടിലുള്ള സ്വഭാവമല്ല അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സ്വഭാവം പൊട്ട സ്വഭാവമായിരുന്നു എന്ന് പറഞ്ഞ ആൾ പറയും, ഒരു മനുഷ്യനേക്ക് നെഗറ്റീവായി കാണിക്കാൻ സാധ്യതയില്ല. ഗെയിമിൽ നെഗറ്റീവായി കാണിച്ചു, അത് വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, പക്ഷെ പുറത്തിറങ്ങിയിട്ട് എനിക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ പ്രസ്താവനയാണ് ഇട്ടത്. അങ്ങനെ അതുകൊണ്ടാണ്
അവിടെ നടന്ന കാര്യങ്ങൾ ഞാനെന്തിനാ ഇവിടെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ അവരെക്കുറിച്ച് കുറ്റം പറയുന്നത്? അവർക്ക് ഡബിൾ സ്റ്റാൻഡാണ്, ഡബിൾ മുഖം ഉണ്ടെന്നൊക്കെ എന്തിനാ വെറുതെ പറയുന്നത്? അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമല്ലേ. അതുകൊണ്ട് ഞാനൊരു ഇൻ്റർവ്യൂ ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. ഞാൻ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വന്നിരുന്ന് പറയും എന്ന് പറയുന്നു. അപ്പോഴാണ് ഒരു മോതിരം ശ്രദ്ധിച്ചത്. പ്രവീൺ ചോദിക്കും, എവിടെ നിന്നാണ് ഈ മോതിരം? എനിക്ക് ഈ ചിത്ര ചേച്ചി ഡയമണ്ട് റിംഗ് തന്നതാണ്. ഞാൻ പ്രോഗ്രാമിന് പോയിരുന്നു, സ്റ്റാർ സിംഗറിൻ്റെ പ്രോഗ്രാമിന് പോയിരുന്നപ്പോൾ അവിടെ നിന്നൊക്കെ ചിത്ര ചേച്ചി തന്നതാന്നൊക്കെ പറയുന്നത്. അത് പിന്നീട് പറയാമെന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നുണ്ട്. അപ്പോഴാണ് അന്ന് തന്നെ ഒരു ഉദ്ഘാടനത്തിൽ പോയിട്ട് അവിടെ ആൾക്കാർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ PR എനിക്കുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടല്ലോ PR, എല്ലാ നടിമാർക്കും ഉണ്ട്, എല്ലാ നടന്മാർക്കും ഉണ്ട് PR, പിന്നെ എനിക്ക് മാത്രം എന്താ PR ഇല്ലാത്ത വിഷമം എല്ലാവർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യരല്ലേ, മറ്റുള്ളവർക്ക് എന്തും വേണമെങ്കിൽ പറയാമെന്ന് പറയും. ഏത് നടിമാർക്കാണ് PR? അതായത് അഭിനയിക്കാൻ നടന്മാർക്ക് നടിമാർക്ക് ആ സിനിമ ഇറങ്ങുമ്പോൾ അവർക്ക് ആ സിനിമയൊന്ന് ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് PR ഉണ്ടാവും. എന്നല്ലാതെ വെറുതെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണോ നടന്മാരെ പുകഴ്ത്തി പാടാൻ വേണ്ടിയിട്ട്? അപ്പോൾ അതെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒന്നാമത് നടന്മാർക്കൊക്കെ PR ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരൊക്കെ അഭിനയിക്കാനാണോ അതിൻ്റെ ഉള്ളിലേക്ക് പോയത്, ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക്? ഒരിക്കലല്ലല്ലോ. ഇവർ ഗെയിം കളിക്കാനല്ലേ. ഗെയിം കളിക്കാൻ പോകുമ്പോൾ എന്തിനാണ് PR? ഒരു ഓട്ട മത്സരത്തിന് പോകുമ്പോൾ PR വേണോ? ഒരു ചാട്ടത്തിന് പോകുമ്പോൾ PR വേണോ? അതിനൊന്നും PR വേണ്ട. ഇപ്പോൾ ഈ കുട്ടികളെ സബ്ജില യൂത്ത് ഫെസ്റ്റിവൽ ഇതിനൊക്കെ പോകുമ്പോൾ PR വേണോ? അതുപോലത്തെ ഒരു മത്സരമാണ്, ഒരു ഗെയിമാണ് നടക്കുന്നത്. അതിന് PR വേണമെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയുന്നില്ല. പിന്നെ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ ചിരിച്ചു മറിയാറുണ്ടെന്നാണ് പറയുന്നത്. അതായത് നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് ചിരി പൊട്ടാറുണ്ട് സത്യമായിട്ടും എന്നൊക്കെ പറഞ്ഞ് സത്യം ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന നെവിനോട് ചോദിക്കുന്നുണ്ട്, ആരെയാണ് നിങ്ങൾക്ക് മിസ്സാക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, എനിക്ക് അനുമോളെ നന്നായിട്ട് മിസ്സാവുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആ കോംബോ സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോംബോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി വന്നിട്ടും അനുമോൾ കിടന്ന് തള്ളിമറിക്കുക, സ്വന്തം ചാനലിൽ കൊണ്ട് തള്ളിമറിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്തതിനൊരു അവസാനമില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.